ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഫ്രണ്ട്സ് ഇൻ ഷെൽഫ് ആണ്. അപ്പോൾ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവർക്കായിട്ട് മുകളിൽ ഐ ബട്ടൺ ആയിട്ട് ഇംഗ്ലീഷിന്റെ ക്ലാസ്സും വീഡിയോ അവസാനിക്കുമ്പോൾ മലയാളത്തിന്റെ ക്ലാസ്സും പ്ലേ ലിസ്റ്റ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. മലയാളത്തിന്റെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെയ്യട്ടെങ്ങനെ പെയ്യട്ടയുടെ ക്ലാസ്സും ഇംഗ്ലീഷിലെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4th ചാപ്റ്റർ ദ ടീം റെയിനിന്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫ്രണ്ട്സ് ഇൻ ഷെൽഫ്, അലമാരയിലെ കൂട്ടുകാർ. നമുക്ക് വായിക്കാം. അവിടെ ചിത്രത്തിലൊരു കുട്ടി ഇരിപ്പുണ്ടല്ലേ, ബർത്ത്ഡേ ഗിഫ്റ്റ്. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. All gave me books with nice pictures too. Wow, beautiful pictures. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എല്ലാരും ആ കുട്ടിക്ക് ബുക്കുകളാണ് കൊടുത്തത്, നല്ല മനോഹരമായ ചിത്രങ്ങളുള്ള ബുക്കുകൾ. I will give them to the school library. ഞാനിത് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കും. 2 bundles of 10 books. 10 ബുക്കുകൾ അടങ്ങിയ 2 കെട്ടുകൾ ആ മേശപ്പുറത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഓരോന്നിലും എത്ര ബുക്കുകളാണുള്ളത്? 10 ബുക്സ്. എത്ര ബണ്ടിൽ? 2 ബണ്ടിൽസ്. അപ്പോൾ 10 ബുക്സ് അടങ്ങിയ 2 ബണ്ടിൽസ്. How many books on the table? ടേബിളിൽ എത്ര ബുക്ക് ഉണ്ട്? 10 + 10 = 20 എന്നവിടെ എഴുതാം. 10ഉം 10ഉം കൂട്ടി 20 കിട്ടി. She wants to make 4 equal bundles. അവൾക്ക് ഇത് 4 തുല്യ ബണ്ടിലുകൾ കെട്ടുകളാക്കി മാറ്റണം. How many books in 1 bundle? എങ്കിൽ ഓരോ കെട്ടിലും എത്ര ബുക്കുകൾ ഉണ്ടാകും? അപ്പൊ 4 തുല്യ കെട്ടുകളാക്കി മാറ്റിയാൽ ഓരോ കെട്ടിലും എത്ര ബുക്ക് ഉണ്ടാകും? എത്ര ബുക്കായിരിക്കും ഉണ്ടായിരിക്കുക? ഒരു കുട്ടി പറയുന്നുണ്ട് half of 20 is 10. 20ന്റെ പകുതി 10 ആണ്. അപ്പൊ വേറൊരു കുട്ടി പറയുന്നുണ്ട് half of 10 is 5. 10ന്റെ പകുതി 5 ആണ്. So just take half of each bundle. അപ്പോൾ ഓരോ ബണ്ടിലും 5 എണ്ണം വീതം കാണും. അപ്പൊ ഓരോ ബണ്ടിലും 5 ബുക്ക് വീതം കാണും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 20 ബുക്ക് എടുത്തിട്ട് 4 ആയിട്ട് വീതിക്കുമ്പോൾ ഓരോന്നിലും 5 എണ്ണം വീതം നമുക്ക് കിട്ടും. So how many books in 1 bundle? 5. അവിടെ ആൻസർ 5 എന്ന് എഴുതണം. നെക്സ്റ്റ് പേജ്, ബുക്സ് ഓൺ ദ ഷെൽഫ്, അലമാരയിലെ പുസ്തകങ്ങൾ. How many books in the first 2 rows? ആദ്യത്തെ 2 തട്ടുകളിൽ എത്ര ബുക്കുകൾ ഉണ്ട്? ആദ്യത്തെ തട്ടിൽ 10 ബുക്കുണ്ട്, രണ്ടാമത്തെ തട്ടിലും 10 ബുക്കുകളുണ്ട് അല്ലേ. അപ്പോൾ 10 and 10 makes 20 books അല്ലേ. 10ഉം 10ഉം ചേർന്ന് 20 ബുക്സ്. 10 books in the third row. മൂന്നാമത്തെ തട്ടിൽ 10 ബുക്കുകളുണ്ട്. അപ്പോൾ 20 and 10 makes 30 book. 20ഉം 10ഉം കൂടി ചേർന്നാൽ 30 കിട്ടും. 20 + 10 = 30. I will keep my 20 books also here. എന്റെ 20 ബുക്ക് കൂടി ഞാൻ ഇവിടെ സൂക്ഷിക്കുകയാണെന്ന് ആര് പറയുകയാണ്? ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആൺകുട്ടി പറയുന്നുണ്ട് 10 books in each row. ഓരോ റോയിലും ഓരോ നിരയിലും 10 ബുക്കുകൾ വീതം എന്ന് ആ കുട്ടി പറയുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള 20 ബുക്ക് കൂടി ഷെൽഫിൽ വെക്കാൻ പോകുകയാണ്. അപ്പോ വിത്ത് ബുക്സ് ഇൻ ദ 4th row. 4th റോയിൽ എങ്ങനെയായിരിക്കും ബുക്ക്? 30 and 10 make 40. 30ഉം 10ഉം കൂടി ചേർന്ന് എത്രയാവും? മൊത്തം 40 ബുക്സ് ആവും. and 10 books in the 5th row. അതുപോലെ 10 ബുക്ക് 5th 5ാമത്തെ റോയിലും കൂടി 5ാമത്തെ തട്ടിൽ കൂടി വെക്കുന്നു. അപ്പോ how many books now? ഇപ്പൊ എത്ര ബുക്കായി മൊത്തം? 40 + 10 = 50 ബുക്സ്. 40ഉം 10ഉം കൂടി കൂട്ടുമ്പോൾ 50 ബുക്സ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ഷെൽഫ് എങ്കിൽ അലമാരയിലെ ആകെ പുസ്തകങ്ങൾ എത്ര? 10 + 10 + 10 + 10 + 10 that is equal to 50. അപ്പോൾ അലമാരയിലെ ടോട്ടൽ ബുക്സ് ആകെ മൊത്തം 50 ബുക്ക് അലമാരയിലുണ്ട്. 5 10കൾ കൂട്ടുമ്പോൾ 50 കിട്ടുന്നു. 5 ഒന്നുകൾ കൂട്ടിയാൽ 5. അപ്പൊ 5 10കൾ കൂട്ടിയാൽ 50. ബുക്സ് ടു ദ ക്ലാസസ്, പുസ്തകങ്ങൾ ക്ലാസുകളിലേക്ക്. ക്ലാസ് ലീഡേഴ്സ് ടുക്ക് ബുക്ക് ഫോർ ദെയർ ക്ലാസസ്. ക്ലാസ് ലീഡർമാർ എന്ത് ചെയ്തു? പുസ്തകങ്ങൾ എടുത്തു. ഈച്ച് ബണ്ടിൽ ഹാസ് 10 ബുക്സ്. ഓരോ ബണ്ടിലും 10 ബുക്കുകൾ വീതമാണ് ഉള്ളത്. സി ഹൗ മെനി ഫോർ ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിലേക്കും എത്ര വീതമാണെന്ന് നോക്കാം. ക്ലാസ് 1 അവിടെ എത്ര ബണ്ടിലുണ്ട്? 3 ബണ്ടിലുണ്ടല്ലേ, 3 ബണ്ടിൽസ്. അതിൽ ഓരോന്നിലും 10 ബുക്കുകൾ വീതമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഓരോ ബണ്ടിലിലും 10 പുസ്തകങ്ങൾ വീതം. ക്ലാസ് 1-ൽ ടോട്ടൽ 30 ബുക്സ്. അപ്പൊ ക്ലാസ് 1 10 + 10 + 10 = 30. അപ്പോൾ ആദ്യത്തെ രണ്ട് 10കൾ തമ്മിൽ കൂട്ടുമ്പോൾ 20 + 10 = 30. 20 + 10 30. 20 + 10 = 30. നെക്സ്റ്റ് ക്ലാസ് 2 നോക്കാം. ക്ലാസ് 2-ൽ അവിടെ ചിത്രത്തിൽ കാണാം 4 ബണ്ടിൽസ് ആണുള്ളത്. 4 ബണ്ടിൽസ് ഓഫ് 10 ബുക്സ് ഈച്ച് അല്ലേ. അപ്പോൾ 4 ബണ്ടിലിനും കൂടി ടോട്ടൽ 40 ബുക്ക് ഉണ്ട്. 10 + 10 + 10 + 10 = 40. ആദ്യത്തെ രണ്ട് 10കൾ ചേർന്ന് 20, അടുത്തൊരു 10ഉം കൂടെ ചേരുമ്പോൾ 30, വീണ്ടും ഒരു 10 കൂടി കൂട്ടുമ്പോൾ 40. 20 + 10 എന്ന് പറയുന്നത് 30 ആണ്. 30യുടെ കൂടെ ഒരു 10ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 40 കിട്ടും. 30 + 10 = 40. നെക്സ്റ്റ് ക്ലാസ് 3. ക്ലാസ് 3-ൽ എത്ര ബണ്ടിലുണ്ട്? 1 2 3 4 5 ബണ്ടിൽസ് ഉണ്ട് അല്ലേ. അപ്പോ 5 ബണ്ടിൽസ് ഉണ്ട്. അതിലോ 10 ബുക്കുകൾ ചേർന്ന 5 ബണ്ടിൽസ്. അപ്പൊ ടോട്ടൽ 50 ബുക്സ് ഉണ്ട്. അപ്പൊ 10 + 10 + 10 + 10 + 10 = 50 എന്ന് എഴുതാം. ആദ്യത്തെ രണ്ട് 10s ചേർന്ന് 20, രണ്ടാമത്തെ രണ്ട് 10s ചേർന്ന് 20 + 10 = 50 എന്ന് എഴുതാം. 40 + 10 = 50 എന്ന് എഴുതാം. നിങ്ങളുടെ ടെസ്റ്റിൽ ഈ ലാസ്റ്റ് ലൈൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഇത് നോക്കുമ്പോൾ. നെക്സ്റ്റ് ക്ലാസ് 4-ൽ എത്ര ബുക്സ് ഉണ്ടെന്ന് നോക്കാം. ക്ലാസ് 4-ൽ എത്ര ബണ്ടിൽസ് ആണ് അവിടെ ഉള്ളത്? എത്രയുണ്ട്? 1 2 3 4 5 6 7 8 ബണ്ടിൽസ് ഓഫ് 10 ബുക്സ് ഈച്ച് ആണല്ലേ. അപ്പൊ ഓരോ ബണ്ടിൽസിലും 10 ബുക്കുകൾ വീതമുള്ള 8 ബണ്ടിൽസ് ആകുമ്പോൾ 80 ബുക്സ് അവിടെ കാണും. അപ്പോൾ അവിടെ മുകളിൽ എന്ത് ചെയ്യണം? 10 + 10 + അങ്ങനെ ഒരു 8 10 ഇട്ട് കൊടുക്കണം. 8 10 = എന്തായിട്ട് നമുക്ക് 80 കിട്ടും. 8 10കൾ കൂട്ടുമ്പോൾ 80 കിട്ടും അല്ലേ. അവിടെ 50 തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി എന്ത് എഴുതണം നമ്മൾ? 50 + 10 + 10 + 10 അപ്പൊ 80 കിട്ടും. ആണല്ലോ. 50ന്റെ കൂടെ ഒരു 10 കൂട്ടുമ്പോൾ 60, ഒരു 10ഉം കൂടെ കൂട്ടുമ്പോൾ 70, ഒരു 10ഉം കൂടെ കൂട്ടുമ്പോൾ 80 കിട്ടും. നെക്സ്റ്റ് 60യുടെ കൂടെ ഒരു 10ഉം കൂടെ കൂട്ടുമ്പോൾ 70 കിട്ടും, ഒരു 10ഉം കൂടെ കൂട്ടുമ്പോൾ 80 കിട്ടും. 60 + 10 + 10 = 80. 70 + 10 = 80. 70 + 10 80 കിട്ടും. നെക്സ്റ്റ് ക്ലാസ് 5. ക്ലാസ് 5-ൽ എത്ര ബണ്ടിൽസ് ആണ് കിട്ടിയത്? 9 ബണ്ടിൽസ് ഉണ്ട് അല്ലേ. 9 ബണ്ടിൽസ് ഓഫ് 10 ബുക്സ് ഈച്ച് ആണല്ലേ. അപ്പൊ ഓരോ ബണ്ടിലും 10 ബുക്കുകൾ വീതമുണ്ട്. അങ്ങനെയുള്ള 9 ബണ്ടിൽസ് ആകുമ്പം 90 കിട്ടും, 90 കിട്ടും. ആദ്യം എത്ര 10 ഇട്ട് കൊടുക്കണം? 9 10 ഇട്ട് കൊടുക്കണം അല്ലേ. 9 10 തമ്മിൽ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. ആഡ് ചെയ്യുക. പിന്നെ ഒരു 50 തന്നിട്ടുണ്ട്. 50യുടെ കൂടെ ഒരു 40 കൂടെ കൂട്ടുമ്പോഴാണ് 90 കിട്ടുന്നത്. അപ്പം 50 + 10 60 + 10 70 + 10 80 + 10 90. അങ്ങനെ നമുക്ക് ഓരോന്നും എഴുതാൻ പറ്റും. അടുത്ത് 60യുടെ കൂടെ എത്ര 10 കൂട്ടണം? 3 10 കൂട്ടുമ്പോൾ 90 കിട്ടും. 60 + 10 + 10 + 10 = 90. 70യുടെ കൂടെ ആണെങ്കിലോ 70 + 10 + 10 = 90. 80യുടെ കൂടെ ആണെങ്കിലോ 80 + 10 = 90. 80 + 10 90 കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ എഴുതി നോക്കണം. നെക്സ്റ്റ് പേജ്. Number of books added for which 2 classes should be added to get the number of books of ഏതൊക്കെ ക്ലാസ്സുകളുടെ പുസ്തകങ്ങളുടെ എണ്ണം ചേർന്നാൽ 4ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണമാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4ാം ക്ലാസ്സിൽ എത്ര പുസ്തകങ്ങളാണുള്ളത്? 80 ആണല്ലേ. 80. അപ്പോ ഏതൊക്കെ ക്ലാസ്സുകളുടെ പുസ്തകം ചേർന്നാൽ 80 ആവും? 1ാം ക്ലാസ്സിൽ 30 ബുക്സ് ആണ്, 30 ആണ്. അതേപോലെ 3rd ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ 50 ആണ്. അപ്പോൾ 30 + 50 നമുക്ക് 80 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ക്ലാസ് 1ഉം ക്ലാസ് 3ലെയും ബുക്സുകൾ ചേർന്നാൽ നമുക്ക് ക്ലാസ് 4ലെ ബുക്സിന്റെ എണ്ണം കിട്ടും. അതുപോലെ അടുത്ത് നോക്കാം. നമ്പർ ഓഫ് ബുക്സ് ഫോർ വിച്ച് 2 ക്ലാസ്സസ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് ദ നമ്പർ ഓഫ് ബുക്സ് ഓഫ് ക്ലാസ് 5. ഏതൊക്കെ ക്ലാസ്സുകളുടെ പുസ്തകങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ക്ലാസ് 5ലെ പുസ്തകങ്ങളുടെ എണ്ണം കിട്ടും, 5ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ക്ലാസ് 5 എത്രയാണ്? 90 ആണല്ലേ. ആകെ മൊത്തം ക്ലാസ് 5ല് 90 പുസ്തകങ്ങളാണ് ഉള്ളത്.
അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകൾ കൂട്ടിയാൽ 5ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം കിട്ടും? ക്ലാസ് 2ൽ എത്ര ബുക്സ് ആണുള്ളത്? 40. 2ാം ക്ലാസ്സിൽ 40 ബുക്സുകൾ ഉണ്ട്. അപ്പോൾ ക്ലാസ് 3ൽ എത്ര ബുക്സുകളാണ്? നമ്പർ ഓഫ് ബുക്സ് ഇൻ ക്ലാസ് 3 എത്രയാണ്? 50 ആണ്. അപ്പോൾ 40യും 50യും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 90 കിട്ടും. അപ്പം ക്ലാസ് 2ഉം ക്ലാസ് 3യും തമ്മിലുള്ള ബുക്സുകൾ ആഡ് ചെയ്താൽ നമുക്ക് ക്ലാസ് 5ലെ ബുക്സുകളുടെ എണ്ണം കിട്ടും. How many books more for class 4 than for class 1? 1ാം ക്ലാസ്സിലെ പുസ്തകങ്ങളെക്കാൾ എത്ര കൂടുതലാണ് 4ാം ക്ലാസ്സിലെ പുസ്തകങ്ങളുടെ എണ്ണം? എത്ര കൂടുതലാണ്? 1ാം ക്ലാസ്സിൽ ടോട്ടൽ ബുക്സ് എത്രയാണ്? 30 ആണ്, 30 ആണ്. 4ാം ക്ലാസ്സിൽ ടോട്ടൽ ബുക്സ് എത്രയാണ്? 80 ആണ് അല്ലേ? അപ്പൊ തന്നെ നമുക്കറിയാം 80യിൽ നിന്നും 30 കുറച്ചാൽ 50 കിട്ടും. അതായത് നമ്മുടെ 30യുടെ കൂടെ 10 കൂട്ടുമ്പോൾ 40, വീണ്ടും ഒരു 10 കൂട്ടുമ്പോൾ 50, വീണ്ടും ഒരു 10 കൂട്ടുമ്പോൾ 60, വീണ്ടും ഒരു 10 കൂട്ടുമ്പോൾ 70, വീണ്ടും ഒരു 10 കൂട്ടുമ്പോൾ 80 കിട്ടും. അതായത് 50 ബുക്കിന്റെ വ്യത്യാസമാണ് വരുന്നത് 1ാം ക്ലാസ്സും 4ാം ക്ലാസ്സും തമ്മിൽ. ഓക്കെ, അടുത്ത് നോക്കാം. ആർ ദെയർ എനി അതർ ക്ലാസ്സസ് വിത്ത് ദ സെയിം ഡിഫറൻസ് 50? വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾക്ക് ഇങ്ങനെ ബുക്സുകൾ തമ്മിലുള്ള വ്യത്യാസം 50 വരുന്നുണ്ടോ? ഉണ്ടോ? 2ാം ക്ലാസ്സും 5ാം ക്ലാസ്സും തമ്മിലുള്ള ബുക്കുകളുടെ എണ്ണത്തിൽ 50 ഡിഫറൻസ്, 50ന്റെ വ്യത്യാസം വരുന്നുണ്ട്. 2ാം ക്ലാസ്സിൽ എത്ര ബുക്കുകളുണ്ട്? ആകെ 40 ബുക്കുകളുണ്ട്. 5ാം ക്ലാസ്സിലോ 90 ബുക്സ് ഉണ്ട് അല്ലേ? 90 ബുക്സ് ഉണ്ട്. അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 50 ആണ്. അപ്പൊ അതവിടെ എഴുതാം. ആ പെൺകുട്ടി ലെറ്റർ സി നമുക്ക് നോക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്ലാസിന്റെ അവിടെ 2 എഴുതണം. നമ്പർ എത്രയാണ്? 40. ക്ലാസ് 2ല് 40 ബുക്സ്. ക്ലാസിന്റെ അവിടെ അടുത്ത് എന്ത് എഴുതണം? 5 എഴുതണം. 5th ക്ലാസ്സിൽ എത്ര ബുക്സ് ഉണ്ട്? 90. അപ്പൊ നമ്പർ അവിടെ 90 എഴുതണം. 90 മൈനസ് 40 എത്ര കിട്ടും നമുക്ക്? 50. അത് നമുക്ക് എഴുതാവുന്നതാണ്. നമ്മൾ ഇന്ന് ഈ പേജിൽ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത പേജ് മുതൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇതുവരെയുള്ളത് നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. 10 + 10 20, 20 + 10 30, 30 + 10 40, 40 + 10 50 അങ്ങനെ ആഡ് ചെയ്യാൻ നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കി ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നുകൂടി പറയുകയാണ്, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.